ഈ അവിഹിതത്തിന് മുമ്പ് ഒരു സ്റ്റോറി ഉണ്ട്. അവിഹിതത്തിന് മുമ്പ് അവരുടെ സിറ്റുവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. എനിക്കറിയോ? ഇല്ല. നമ്മൾ എങ്ങനെയാണ് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുക? അയാൾ ആ പെണ്ണ് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അയാൾ വന്നതുകൊണ്ട് അവരുടെ ലൈഫ് പോയതെന്ന്. ഒരാളുടെ അവസ്ഥ അത് വന്നിരുന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഭയങ്കര കഥയാണ്. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുമിച്ച് പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അത് സമാധാനമായിട്ട് പിരിയുക എന്നുള്ളതാണ്. പിരിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളോടുള്ള കടമയുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഇവർ നമ്മൾ ഒത്തു പോകുന്നില്ലെങ്കിൽ അച്ഛനമ്മയ്ക്കും ആ കടമകളുണ്ട്. അപ്പോൾ ആ കടമകൾ ചെയ്യാനുള്ള ഒരു ഇത് ഈ സ്ത്രീകൾ കാണിക്കാറില്ല, പുരുഷന്മാരെ കാണിക്കാറില്ല. അവർക്കറിയാം അവരുടെ വീക്ക്നെസ് അവരുടെ മക്കളായിരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ ജീവിക്കുന്ന ജീവിതത്തിൽ ഹാപ്പി അല്ലെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹാപ്പി ആയിട്ട് പിരിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. എന്നിട്ട് കുട്ടികൾക്കുള്ള എല്ലാ അവകാശങ്ങളും മാക്സിമം കെയർ ചെയ്യാൻ നോക്കാം. ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ. ഈ ഇഷ്ടമില്ലാത്ത ജീവിതത്തിൽ എത്ര കാലം കണ്ടാ തൂങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ എത്ര കാലം സഹിക്കും. കെനീഷ വന്നിട്ടുള്ള ജീവിതമാണ് ഏറ്റവും കൂടുതൽ കുട്ടി ആഘോഷിക്കപ്പെട്ടുള്ളത്. ഈ കെനീഷയ്ക്ക് മുമ്പേ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നമുക്കാർക്കെല്ലാം അറിയാം. കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ലൈഫാണ്, ഭയങ്കര പൈസയുണ്ട്, നല്ല സെലിബ്രിറ്റി ലൈഫാണ്, ഇഷ്ടംപോലെ സിനിമയുണ്ട്, പൈസ ഉണ്ട്. അവരെങ്ങനെ ജീവിക്കുന്നത് അവർക്കേ അറിയുള്ളൂ. ഒരു നല്ലൊരു ഫാമിലി ലൈഫ് കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. അപ്പോൾ ഒന്നും പറ്റുന്നില്ല എന്നാൽ അവർ നെക്സ്റ്റ് നോക്കും, ഓപ്ഷൻസ് നോക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ആവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. നമുക്ക് പറ്റുന്നതെങ്കിലും നമ്മൾ ഒഴിവാക്കി കൊടുക്കാം. അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമ്മളെന്തിനാണ് മറ്റുള്ളവരുടെ ലൈഫിൽ വെറുതെ നമ്മളെ ഇഷ്ടമില്ലാതെ, നമ്മളെ ഡിസേർവ് ചെയ്യാത്ത, നമ്മളെ പരിഗണിക്കാത്ത ഒരാളുടെ ലൈഫിൽ നിൽക്കാതിരിക്കാം, ഒഴിവാക്കി കൊടുക്കാം.